അത് അഫ്താബ് റഹ്മാൻ ചെയ്യുന്നു റിയാദിൽ നിന്ന്. അഫ്താബ്, ഇപ്പോൾ ഹൂത്തികളുടെ നേതാവ് പറയുന്നത് അറബ് രാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കണം, ഇസ്രായേലിന്റെ അഗ്രഷനെതിരെ ഒരുമിച്ച് നിൽക്കണം എന്ന് പറയുന്നുണ്ട്. അത് സൗദിയോടുള്ള ഒരു മെസ്സേജ് ആയിട്ട് തോന്നുന്നു. കാരണം സൗദി ഇത്ര ശക്തമായി ഇസ്രായേലിനെതിരെ പ്രതികരിച്ചത് ഈ 2 വർഷത്തിനുള്ളിൽ ആദ്യമായിട്ടാണ്. അതായത് ഖത്തറിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക മാത്രമല്ല, ഇതിനെ വളരെ ശക്തമായ ഭാഷയിൽ അപലപിക്കുക കൂടി ചെയ്യുന്നു. എന്തായിരിക്കും ഹൂത്തികൾ സൗദിയോട് പറയുന്നത്? അജിംസ്, ഹൂത്തികളുടെ പ്രതികരണത്തിൽ പറയുന്നത് ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ്മക്കും OIC-ക്കും ഒപ്പം തന്നെ അറബ് രാഷ്ട്രങ്ങൾക്കുമൊന്നും ഇനിയും കാര്യം തിരിഞ്ഞിട്ടില്ലെങ്കിൽ ഇതാണ് അവർക്കുള്ള അവസാന സമയം എന്നുള്ള തരത്തിലാണ് ഹൂത്തികളുടെ പ്രതികരണം ഉണ്ടായത്. അവർ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, പലതവണ ഇസ്രായേൽ സമാധാന ശ്രമങ്ങളെ അട്ടിമറിച്ചിട്ടുണ്ട്. ആ അട്ടിമറിക്കുന്ന ഓരോ ശ്രമങ്ങളിലും അവർക്ക് വീണ്ടും അവസരം നൽകുന്ന സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഖത്തറിന്റെ മണ്ണിൽ വന്നുകൊണ്ട് അവർക്ക് ആക്രമണം നടത്തുവാനുള്ള ധൈര്യം ഉണ്ടായതെന്നുള്ളതാണ് അവർ പറയുന്ന ഹൂത്തികൾ മുന്നറിയിപ്പായിട്ട് നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മെസ്സേജ് എന്ന് പറയുന്നത്. സൗദി അറേബ്യയും ഇന്നിപ്പോൾ നടത്തിയിരിക്കുന്ന പ്രതികരണം, അതിന് തൊട്ടു പിന്നാലെ GCC രാഷ്ട്രങ്ങളുടെ ആസ്ഥാനം സൗദി അറേബ്യ ആയതുകൊണ്ട് തന്നെ GCC കൗൺസിലും ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് ഖത്തർ എന്ത് തീരുമാനമെടുക്കുന്നോ അതിനൊപ്പം ഞങ്ങൾ നിൽക്കുമെന്നുള്ളതാണ് അവർ പറയുന്ന കാര്യം. ഇതൊരു പക്ഷേ ഒരു പ്രതികരണം എന്നുള്ള നിലക്ക് തിരിച്ചൊരു ആക്രമണത്തിനോ മറ്റോ പോകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പകരം ഒരു പക്ഷേ യുദ്ധാവസാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അല്പം മുമ്പ്, ഏതാണ്ട് സെക്കൻഡുകൾക്ക് മുമ്പ് ഇപ്പോൾ നെതന്യാഹുവിന്റെ പ്രതികരണം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഒക്ടോബർ 7-ന് ഇസ്രായേലിന് നേരെയുള്ള ആക്രമണം ആഘോഷിച്ചവരാണ് ഹമാസിന്റെ നേതാക്കൾ. അവർ ആഘോഷിച്ച അതേ സ്ഥലത്താണ് ആക്രമണം നടത്തിയതെന്നുള്ളതാണ് അവർ മറുപടിയായി പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒപ്പം തന്നെ നെതന്യാഹു ചൂണ്ടിക്കാട്ടുന്ന മറ്റൊരു കാര്യം, വരുന്ന തലമുറക്ക് സുരക്ഷിതമായ ഒരു അന്തരീക്ഷം ഒരുക്കേണ്ടത് തന്റെ ബാധ്യതയാണെന്നുള്ള കാര്യം അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രതികരണമായി വരുന്നത് ഖത്തറിന്റെ തന്നെയാണ്. ഖത്തറിന്റെ ഒരു വക്താവ് ഇപ്പോൾ വാഷിംഗ്ടൺ പോസ്റ്റിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, കഴിഞ്ഞ ദിവസം ഹമാസിന്റെ നേതാക്കളും ഖത്തറിന്റെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുമുള്ളവർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ആഴ്ച പാരീസിൽ വെച്ച് സ്റ്റീവ് വിറ്റ്കോഫ് നൽകിയ ഒരു വെടിനിർത്തൽ ഫോർമുല അവരുടെ മുമ്പിൽ അവതരിപ്പിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് വീണ്ടും കാണാമെന്ന് പറഞ്ഞിരുന്നതാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഈ ആക്രമണം നടന്നത് എന്നുള്ളതാണ് ഖത്തർ ചൂണ്ടിക്കാട്ടുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയെങ്കിൽ നേരത്തെ നമ്മളെല്ലാവരും സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെ ഈ യുദ്ധം പെട്ടെന്ന് അവസാനിക്കരുത് എന്നൊരു ആഗ്രഹം നെതന്യാഹുവിനുണ്ടോ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഇപ്പോഴും നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. കാരണം വെടിനിർത്തലിലേക്ക് വേഗത്തിൽ പോകുന്ന ട്രംപ് പറയുമ്പോൾ പോലും അതിലേക്ക് പോകുവാനുള്ള താല്പര്യം നെതന്യാഹു കാണിക്കുന്നില്ല. ഇന്ന് അദ്ദേഹത്തിന്റെ വിചാരണ തീയതി കൂടിയായിരുന്നു. ആ ദിവസം പ്രത്യേകിച്ച് ശ്രദ്ധ മുഴുവൻ പുതിയൊരു വാർത്തയിലേക്ക് തിരിച്ചുവിടാൻ അദ്ദേഹത്തിനായി എന്നുള്ളത് കൂടി ഇന്നത്തെ ഒരു ആക്രമണത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അതേസമയം ഈ ആക്രമണത്തിലൂടെ നേതാക്കളെ വധിക്കാനായിട്ടില്ല എന്നുള്ളത് ഹമാസ് ഇപ്പോൾ അല്പം മുമ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പകരം അഞ്ച് പേർ കൊല്ലപ്പെട്ടതായിട്ടും ഹമാസ് പറയുന്നു. പ്രത്യേകിച്ച് അവരുടെ നേതാക്കളുടെ മകളും ഒപ്പം തന്നെ അംഗരക്ഷകരുമാണ് കൊല്ലപ്പെട്ടതായിട്ട് ഇതിൽ പറയുന്നത്. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ ഒരു മേഖലയുടെ പശ്ചിമേഷ്യയുടെ ചിത്രം ഒരു പക്ഷേ വരും ദിവസങ്ങളിൽ കൂടുതൽ സങ്കീർണമാകുന്ന, ഈ പ്രതിസന്ധി കൂടുതൽ സങ്കീർണമാകുന്ന സ്ഥിതിയിലേക്കാണ് പോകുന്നത്. ഖത്തറും അതാണ് ആവർത്തിച്ച് പറയുന്നത്. ഇതുവരെ എങ്ങനെയാണോ ഈ ചർച്ചകളെ ഇസ്രായേൽ അട്ടിമറിച്ചത്, സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ വീണ്ടും ഇന്നത്തെ ദിവസം അത് അട്ടിമറിക്കാൻ ഇസ്രായേൽ ശ്രമിച്ചതെന്നുള്ളതാണ് ഖത്തർ പറയുന്നത്. സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളവും ഗൾഫ് രാഷ്ട്രങ്ങളെ സംബന്ധിച്ചിടത്തോളവും ഈ യുദ്ധം നീണ്ടു പോവുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് വലിയ ബാധ്യതയായി നിലനിൽക്കുന്നുണ്ട്. അവരുടെ സമ്പദ് രംഗത്ത് തന്നെ അത് വലിയ തോതിലുള്ള പ്രത്യാഘാതം ഇതിനകം സൃഷ്ടിച്ചിട്ടുണ്ട്. ചെങ്കടലിൽ ഹൂത്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതിസന്ധിക്ക് പിന്നാലെ ഇതുവരെ ഇപ്പോഴും അന്താരാഷ്ട്ര ഷിപ്പിംഗ് ലൈനുകൾ ഇതുവരെ പൂർണ്ണ തോതിൽ അവർക്ക് ചെങ്കടൽ വഴി ചരക്കുനീക്കം നടത്താനാകുന്നില്ല. ഇത് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾക്ക് വലിയ തോതിലുള്ള പ്രയാസം സാമ്പത്തികമായും ആഭ്യന്തരമായിട്ടും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഗൾഫ് രാഷ്ട്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം നീണ്ടു പോവുക എന്നുള്ളത് ഒരിക്കലും ഭൂഷണമായ കാര്യമല്ല. അവരുടെ സമ്പദ്ഘടനയിൽ വലിയ ഇമ്പാക്ട് ഇത് ഉണ്ടാക്കുന്നുണ്ട്. UAE-ക്കും ഖത്തറിനും ഉൾപ്പെടെ എല്ലാ രാഷ്ട്രങ്ങൾക്കും സമാനമായ രീതിയിൽ തന്നെ ഇത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രതിസന്ധി അവസാനിപ്പിക്കാൻ അവർക്ക് മുന്നിലുള്ള ഏക പോംവഴി എന്ന് പറയുന്നത് യുദ്ധം അവസാനിപ്പിക്കൽ മാത്രമല്ല, ഫലസ്തീൻ എന്ന രാഷ്ട്രത്തിലേക്കുള്ള ഒരു വഴി തുറക്കുന്ന ഒരു ഘട്ടം എത്തിയാൽ മാത്രമേ ഇസ്രായേലുമായി അവർക്ക് ഒന്നിച്ചു നിൽക്കുവാനും മേഖലയിൽ സുസ്ഥിരവും സമാധാനവുമായ ഒരു അന്തരീക്ഷത്തിൽ നിൽക്കാനാവുകയും ചെയ്യുകയുള്ളൂ. ഇത് സൗദി അറേബ്യ ആവർത്തിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അവർ പറഞ്ഞത് 967 അതിർത്തികളോടെ ഫലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കാതെ ഒരു നിലക്കും ഈ സമാധാന വെടിനിർത്തൽ കൊണ്ട് മാത്രം കാര്യമില്ല, അവർക്ക് ഫലസ്തീൻ രാഷ്ട്രത്തിലേക്ക് വഴി തുറക്കാതെ ഈ പ്രശ്ന പരിഹാരം ഉണ്ടാകില്ല എന്ന് സൗദി അറേബ്യ ആവർത്തിക്കുന്നുണ്ട്. ഗൾഫ് രാഷ്ട്രങ്ങളും സമാനമായ രീതിയിൽ തന്നെ ആവർത്തിക്കുന്നുണ്ട്. അപ്പോൾ
ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ യോഗം ചേരാൻ പോവുകയാണ് ഈ മാസാവസാനത്തോടു കൂടി. അതിൽ തന്നെ ഏറ്റവും നടക്കാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം നമുക്കറിയാം. വിവിധ രാഷ്ട്രങ്ങൾ, പ്രത്യേകിച്ച് 10ഓളം രാഷ്ട്രങ്ങൾ, അതിൽ ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾ, ബെൽജിയം ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾ ഫലസ്തീനെ രാഷ്ട്രമായി അംഗീകരിക്കാൻ പോവുകയാണ്. അങ്ങനെ ഒരു പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ അത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട മറ്റൊരു കക്ഷി എന്ന് പറയുന്നത് ബ്രിട്ടനാണ്. ബ്രിട്ടൻ പറഞ്ഞത് വെടിനിർത്തലിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ പക്ഷേ ആ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോയേക്കാം. പക്ഷേ ഈ സമാധാന ചർച്ചകൾ മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ ഫലസ്തീനെ രാഷ്ട്രമായി അംഗീകരിക്കാൻ ബ്രിട്ടൻ പോലും സന്നദ്ധമായി നിൽക്കുന്ന ഒരു അന്തരീക്ഷമുണ്ട്.